ഹലോ ഗായ്സ്, അപ്പോൾ അവൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ്. ഗൈസ്, നമുക്ക് റോബ്ലോക്സിൽ കളിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റോബ്ലോക്സ് കയറ്റാൻ പറ്റുള്ള എന്തോ ഹാങ് ആയതാണെന്ന് തോന്നുന്നത്. മറ്റേ എന്തോ സാധനം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെന്തായാലും നമ്മുടെ കട ക്ലോസ് ചെയ്തൊക്കെയാണ്. ഈ കളിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര മറ്റേ 2-3 ദിവസമായി ഗൈസ്. അതുകൊണ്ട് കുറച്ച് മറ്റേ സാധനങ്ങളൊക്കെ തീർന്നു. ആകെ ഇപ്പം ഈ കടയിലുള്ളത് മറ്റേ അയ്യോ എന്തോ അങ്ങോട്ട് പോയി സ്ഥലം മാറ്റി. ഇത് ഇങ്ങോട്ട് അത് വെച്ചിട്ടുണ്ട്. ഈ ഇത്തിരി പാലും പിന്നെ ചിപ്സ് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഇവിടെയും പാലും ഇനിയുണ്ടോ ഈ സാധനങ്ങൾ മാത്രമേ ഇപ്പം ഈ സ്ഥലത്തുള്ളൂ കേട്ടോ. നമുക്കെന്തായാലും ഈ കട ഫുൾ കാലിയാക്കാനുള്ള പുറപ്പാടിലിരിക്കാം. ഇതൊക്കെ ഫുൾ കാലിയാക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കുറേ സാധനങ്ങൾ ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. നമ്മൾ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫുൾ ഫില്ലാക്കണം. ഓക്കെ, ഇവിടെ ഓർഡറിനിരിക്കാം. എല്ലാവരും പാലായിരിക്കും കഴിച്ച്, വേറെ ഒന്നുമില്ല കടയിൽ. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സൗണ്ട് അങ്ങോട്ട് കുറച്ചേക്കാം. കുറച്ചുണ്ട്. ഓക്കെ, അവരൊക്കെ അതെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ പാലിൻ്റെ അടുത്താണ്. പാലിൻ്റെ വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും 3-2 പാലൊക്കെ വാങ്ങിച്ച് വിശപ്പ് അടുത്തിട്ട് ചെയ്യും. 10-0-2. അപ്പോൾ ഗൈസ്, നമ്മളെ റോബ്ലോക്സിൻ്റെ 3rd പാർട്ട് വീഡിയോ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ, അതിന് ഫസ്റ്റ് മറ്റേ ഇതിനകത്ത് പറഞ്ഞു. അതുകൊണ്ട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഒരാൾക്ക് കരഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ആ ചേച്ചി അവിടെ നിന്ന് കരഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ ചേച്ചി 3 പാലുണ്ടോ വാങ്ങിച്ചത് നേരത്തെ പോലെ തന്നെ. ക്യാഷ് 10 രൂപ കൊണ്ട് തിരിച്ചു കൊടുത്തു. ഈ ചേച്ചിയും 3 പാൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് പൈസയാണ്. നമുക്കിപ്പോൾ 5 രൂപ കൊടുക്കാം. വൈസ് ആഡ് വന്നിരിക്കുകയാണ്. ആഡ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോണിൻ്റെ പരസ്യം. അപ്പോൾ ഗൈസ്, നമ്മളെ കട പകുതി മുക്കാലും കഴിയാറായിട്ടുണ്ട്. പകുതി മുക്കാലല്ല, ഫുൾ കഴിയാറായി. ഓക്കെ, പോയി ജസ്റ്റ് ലീവ് ചെയ്യട്ടോ. ഒന്നുമില്ല ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് നെഹി നമുക്ക് ഷോപ്പ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം. എന്നിട്ട് ഫുൾ എടുത്തിരിക്കുക. ഷോപ്പ് ക്ലോസ് ചെയ്തൊക്കെയാണ്. ഓക്കെ, എടുത്ത് നോക്കണം. അതിനകത്തൊന്നും ഇല്ല. ഇടക്കണ്ണ് ടോക്കള് കണ്ണിഞ്ഞോള് കൈയൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ശരിക്കും ഈ കട ഫുൾ വെറൈറ്റി ആക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ ചിപ്സിൻ്റെ സ്ഥലമല്ലേ, നമുക്ക് നോക്കണ കാര്യമില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മര്യാദ നിൽക്കണല്ലോ പ്ലീസ്. ഇത്തിരി റേറ്റ് കൂട്ടിയിടാം ഇങ്ങോട്ട് അല്ലേ. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. പെട്ടി നമുക്ക് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടാം. എപ്പോഴും വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിടാൻ പാടായിരുന്നു. അവിടെ നമ്മൾ നിലത്തും 1 പാക്കറ്റ് ആപ്പിൾ. പ്ലീസ് ചെറി ഇവിടെ വെച്ചെടുക്കാം. ചെറിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. മറ്റേ അത്യാവശ്യം ഇതല്ലേ, നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. നമ്മൾ ഇത് പുറത്തേക്ക് ഇട്ടിട്ട് അടുത്ത സാധനം എടുക്കുക. നമുക്ക് ഓരോ സാധനം 2 വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഒരെണ്ണേ വിൽക്കണുള്ളൂ. കാരണം ഇനി കടയ്ക്ക് കാലിയാവുമ്പോൾ വിൽക്കാൻ ഒന്നുമില്ല. ഉണ്ട്
ഇതത് ഇങ്ങോട്ട് കയറി വരുന്നേ, ഇവിടെ നിന്ന് വളഞ്ഞിങ്ങോട്ട് പോയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനം എടുക്കാം. ഇതെന്തെന്നാണോ ഇതിവിടെ അല്ലേ വയ്ക്കണ്ടേ? ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാട്ടോ വയ്ക്കണ്ടേ? നമുക്ക് ഇവിടെ ആയിട്ട് അങ്ങോട്ട് വെച്ചെടുക്കാം. ഇവിടെ ആയിട്ട് ഇത് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാകും. നല്ല ചിക്കൻ്റെ ഇതാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഒന്നും ഇല്ല. ഇത് നമുക്ക് പുറത്തേക്ക് കളയാം. വാഴ ഇവിടെ ഇത് പുറത്തേക്ക് കളയുന്നുണ്ട്. നമുക്കിനി പഴം എടുക്കാം. പപ്പഴം ബനാന. ബനാനയ്ക്ക് പിന്നെ ഇതെടുത്തു. അതല്ല ഇതല്ലല്ലോ, ഇതതുപോലത്തെ വേറെ സാധനം. ഇതിനും നമുക്ക് റേറ്റ് കൂട്ടി വെക്കാം. ഇനി ഇതും പുറത്തേക്ക് കളയാം. എല്ലാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളയാൻ പറ്റുള്ളൂ എല്ലാവർക്കും. പഴം എടുത്തിട്ടാ ബനാന. ചിമ്പാൻസിനി ബനാനയും എടുത്തിട്ടുണ്ട് കൂട്ടിടാം. ഇനി നമുക്കിതിനെയും പുറത്തു കൊണ്ടൊന്ന് എറിയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വീണ്ടും പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഓറഞ്ച് വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ പൈനാപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗായ്സ്. അപ്പം ഞാൻ പൈനാപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഗായ്സ് നമുക്കിതിനും റേറ്റ് ഇതിന് കുറച്ച് വയ്ക്കാം കേട്ടോ. നമുക്കിത് കളയാം. അതിന് നമ്മൾ മറ്റേ ഓറഞ്ച് ഇപ്പം നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ വേറെ എന്തോ സാധനം എടുത്തേക്ക് വരും. എന്താ പേരൊന്നും എനിക്കറിയില്ല, നമുക്ക് കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചാണ് കേട്ടോ ഈ സാധനം. എന്താ അയ്യോ, പെട്ടി ഇവിടെ എല്ലാം ഉണ്ട്, പുറത്തെല്ലാം ഉണ്ട്. നമുക്കിത് പുറത്തിടാം കേട്ടോ. ഇത് പുറത്തേക്ക് വേണ്ടിട്ടാ. ആൾക്കാർ വിചാരിക്കണ്ടാവും കടേൻ്റെ പുറത്ത് എന്ത് ഇത്ര വേസ്റ്റ് ഒന്നും. ഇറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മളത്തെ കളി. നമ്മൾ ചുമരിൻ്റെ പിന്നിൽ നിന്നൊക്കെ വിൽക്കും. ഇവിടെ രണ്ടര കളി വയ്ക്കാം. ഓക്കെ ഫിനിഷ്. ഓക്കെ ഇതിവിടെ വയ്ക്കാം കേട്ടോ. ഓ ഗായ്സ് ഇപ്പോഴേക്ക് രാത്രിയായി. നെക്സ്റ്റ് ഡേന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ നമുക്കിപ്പോൾ മറ്റേ കടലേം ക്ലോസ് ആണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോലെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ ഇതും കഴിഞ്ഞു കേട്ടോ. പ്ലീസ് അല്ല പാസ് നെക്സ്റ്റ് ഡേ ഫിനിഷ് ദ ഡേ. ദിവസം കഴിഞ്ഞു. നമുക്ക് അതായത് വെച്ചിട്ട് പോവാം. എന്നാലും ഇത്ര ചെയ്തല്ലേ. വേസ്റ്റൊക്കെ നാളെ പറക്കി ഇട്ടാവും കേട്ടോ. തൽക്കാലം ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. എന്തോ പാല അല്ലല്ല വേറെന്തോ നമുക്ക് ഇവിടെ വയ്ക്കാം. ഓഫ് ഇതും മറ്റു സാധനം തന്നെ കേട്ടോ. നമ്മൾ ഒരേ രണ്ടെണ്ണം അല്ല വാങ്ങിച്ചത്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ചിപ്സ് കൂടെ വയ്ക്കാം. രണ്ടാമത്തെ ചിപ്സിൻ്റെ കുട്ടി അതും അതിനവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പെട്ടി എടുക്കാം. പൈനാപ്പിൾ ത്രോ ആവശ്യമില്ല, അതെടുക്കാം. ഇതും മറ്റേ നമ്മൾ സെക്കൻഡ് വെച്ച സാധനം തന്നെ ഉണ്ടോ, അതന്നെ അത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മറ്റേ ഇതെടുക്കാം. ഈ വേസ്റ്റ് കളയാൻ മറന്നു. തൽക്കാലത്തേക്ക് തുടങ്ങാം. കോഫി പൗഡറിൻ്റെ പുറത്തല്ലേ വയ്ക്കുക. അതെ, ഫ്രിഡ്ജിനകത്ത് ഊറ്റിക്കേണ്ട ആവശ്യമില്ല. കോഫി പൗഡർ എപ്പോഴും നമ്മൾ പുറത്താണ് വയ്ക്കാറ്. ചെറുതായിട്ട്, കാരണം കോഫിയൊക്കെ ഇപ്പോൾ കിട്ടാൻ ഇത്തിരി പാടാം. നമുക്ക് ഈ വേസ്റ്റേജ് കളഞ്ഞിട്ട് വരാം. ഇയാൾക്ക് ഉറക്കം തരണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കി പരിപാടി പിന്നെ ചെയ്താൽ മതിയോ എന്നുള്ള മനസ്സ് പറയുന്നു. പക്ഷെ നമുക്ക് ഇത് തീർത്തിട്ട് കളിക്കാൻ പറ്റുള്ളൂ.
അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേസ്റ്റ് കൂടി, എന്താണിത്, വേസ്റ്റിൻ്റെ കൂമ്പാരായി പുറത്തു. വീണ്ടും നമ്മൾ മറ്റേ ചോക്ക് സ്റ്റേഷൻ്റെ പേരെന്തായിരുന്നു, മിൻറ്റി. ശരിക്കും മറ്റേ പാലിട്ട് കുടിക്കുന്ന സാധനം പോലുണ്ട്. എൻ്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞു, മറ്റേ അതിൻ്റെ പേരെന്താണ്, ചോക്കോസ്. ചോക്കോസ് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. അത് ഒരു വട്ടം വെച്ചാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് ആദ്യം ഒരു വെട്ടി എടുക്കാം, എന്നിട്ട് അടുത്ത വെട്ടിയിൽ ലാസ്റ്റ് ഉപയോഗിക്കാമെന്നാണ്. ഞാനിപ്പോൾ എല്ലാ വെട്ടി ഒരുമിച്ച് ഉപയോഗിക്കാം. ഇതൊരു അറേഞ്ച്മെൻ്റാണ്. നോക്കി, ഫസ്റ്റ് ഇവിടെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, എങ്ങനെയല്ലേ? നമ്മൾ ഈ പെട്ടെടുക്കാം. ബ്രെഡാണ് ഇതിനകത്ത്, ബ്രെഡ്. നമുക്ക് ബ്രെഡ് ഇവിടെ വെച്ചെടുക്കാം. ഇവിടെ ഉണ്ട് ബ്രെഡ്, ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എവിടേക്ക് വയ്ക്കാം? മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ രാത്രിയാവും, അല്ല പകലാവും. എന്നാ ഇതും ഫ്രിഡ്ജല്ലേ? ഇതിവിടെ പേസ്റ്റി നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചെടുക്കാം. ടൊമാറ്റോ സൂപ്പ്. ഓക്കെ, ഇതും കളയാം. കട ഈസേ വേസ്റ്റ് പോലെ പുറത്ത് കുറച്ച് വേസ്റ്റാണ്. ഒരു പാക്കറ്റും കൂടി ബ്രെഡ് ഉണ്ടാവും. ഇത് 2 പാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇതോടെ വെച്ചെടുക്കാം. ടൊമാറ്റോ സൂപ്പ് 2 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗായ്സ്, അപ്പോൾ ഇവരെന്നെ നമ്മൾ മറ്റേ കളി അവസാനിപ്പിക്കാത്തതുകൊണ്ട് ഇവരെന്നെ കളി അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോവാം. ഓഫ് പരസ്യം കോഴ്സ് എടുക്കാം. ഓക്കെ, മെൻഡർ ഷോപ്പ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. നമുക്കൊന്നും കയറ്റേണ്ട ആവശ്യമില്ല, പൊട്ട ഗെയിം. ഇത് കൂടി കഴിയട്ടെ. ഇവിടെ ആരോ അപ്പോൾ അടുത്തത് ക്രിക്കറ്റ്. നോ, കട ഓപ്പൺ ചെയ്യണ്ട. നോ, ത്രോ. ഇന്നലെ പിടിച്ച ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഗായ്സ്. അയ്യോ, ഇവിടെ അറിയാൻ ജസ്റ്റ് വീണു. അപ്പോൾ അതെ, വീണ്ടും എണ്ണ കിട്ടി. എണ്ണ ഇവിടെ വെച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബ്രെഡ് കിട്ടും. ഒറ്റ റേഞ്ച് പോയി തോന്നിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് ശരിയാക്കിയാണ് കേട്ടോ. റേഞ്ച് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ശരിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കളപ്പൊക്കെ പുറത്തേക്ക് കയറുമ്പോൾ കൂടാരത്തിൻ്റെ മുകളിൽ കയറി താണവരുണ്ട്. രണ്ട് മുന്നിലേക്ക് നോക്കാൻ പറ്റത്തെ. ഇനി ഒന്നും ബാക്കിയില്ല ഗൈസ്, എല്ലാം നമ്മളോട് വെച്ചു. ഇനി പാല് വാങ്ങിക്കണം. പേര് രാത്രിയാന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് കുറേ പാല് വാങ്ങിക്കണം. അയ്യോ, ഇതവിടെ തന്നെ ഇരുന്നോട്ടെ. മര്യാദയ്ക്കടി ഇരുന്നു സാധനം വെച്ചിട്ട് കാര്യം ചെയ്യാം. നോക്കുന്നേക്ക് പ്ലീസ്. അല്ലേ, പിന്നെ എവിടെ കൊണ്ട് വയ്ക്കാനാണ് ഈ സാധനം? അതിനുള്ളിൽ കയറാൻ പറ്റുമോ? ഷിറ്റ്, ഇവിടെ പറ്റില്ല കേട്ടോ. നമുക്കിതിങ്ങനെ ഇവിടെ വെച്ചാലോ?
ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? നോക്കിയല്ലേ ഇവിടെ പ്ലേസ് ചെയ്യാം. അതായത് നമുക്കിത് ഇങ്ങനെ ഇറങ്ങാനും പറ്റും. ഇവിടെ ജസ്റ്റ് നീങ്ങിയതുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു സാധനം കൂടി വേണം ഈ സ്ഥലത്ത് കണ്ട. അത് നമുക്ക് എല്ലാം ഓർഡർ ചെയ്യാം. ആയി അവിടെ ഇവിടെ ഒന്നിരിക്കും. നല്ല ഇതിനെ വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്തു കേട്ടോ. പ്ലേസ് ഓക്കെ കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്രെഡല്ല, നമുക്കിത്ര സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോണത് എന്താ വാങ്ങിക്കിപ്പോൾ? ഇതെല്ലാം വാങ്ങിച്ചാലോ ഈ സാധനം? ഇതെല്ലാം വാങ്ങിച്ചാലോ? പക്ഷെ അത് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് വാങ്ങിക്കും? ഇത് വാങ്ങിക്കാം, കാട്ടിലിടാം. 500 രൂപ കേട്ടോ. നമുക്ക് ബാക്കി പൈസയ്ക്ക് പാല് വാങ്ങിക്കാം. പാല് നമ്മുടെ കയ്യിൽ പൊട്ടില്ലാതെ ഒരു പാല് ഒരു പാല് വാങ്ങിക്കാൻ പറ്റില്ലടേ. നമുക്കിപ്പോൾ തൽക്കാലം ഇത്തിരി പാല് വാങ്ങിക്കാം. 15 പാക്കറ്റ് പാല് അല്ല, അതിലും കൂടുതൽ വരും. 15 അല്ല, ഒരു 23 പാക്കറ്റ് ഇതും 7 ബൈ. ഓക്കെ, ഇത് വീണ്ടും ആഡ് പ്ലേ സ്റ്റോർ. എൻ്റെ പൊന്നാടൊക്കെ പൊയ്ക്കൂടെ? നെറ്റ് ഓഫ് ചെയ്തിട്ടാലും ഗെയിം കളിക്കാനും പറ്റൂല. ഇത് വീണ്ടും ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000. ബെസ്റ്റ് ഫോണാ. ഇത് വീണ്ടും പോയി. ഈ സാധനത്തിനെ ഞാൻ പിടിച്ചിരുന്നു. ഇതിനെ കൂടെ നമ്മൾ തുള്ളി കളിപ്പിക്കുക. ഇവിടെ ഇരിക്കണം. നമ്മളിതിനകത്തുനിന്ന് 1 2 അല്ലയ്യോ, പിന്നെ പാല് വേണ്ട. കൊക്കോള വാങ്ങിക്കാം. ഓക്കെ, നോക്ക്. അപ്പം 1 2 മതി. ബൈ. അയ്യോ, ഇതെന്താണ്? പരസ്യമാണോ? അതെ, ചെടിയിൽ മുട്ടയൊക്കെ ഉണ്ടാവും ഗൈസ്. കണ്ടോ, ചെടിയിൽ മുട്ടയൊക്കെ മുട്ടയല്ല അത്, എൻ്റെ പൊട്ടറ്റോ. ഓക്കെ, ഇത് കണ്ടിരുന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും തീരൂല. മറ്റേ പണ്ടാരാണെങ്കിൽ വരുമൊന്നുമില്ല. ഇനിയിപ്പോൾ പരസ്യം കണ്ടിരിക്കേണ്ടി വരും. ബെസ്റ്റ്. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് മൂക്കളപ്പം ചിരിക്കണം ഗൈസ്. ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒന്നും വരുന്നില്ലല്ലോ ഗായ്സ്. കുറച്ച് സാധനം വട്ടം ചുറ്റി കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും നിർത്തിട്ടാ. ഇപ്പം പരസ്യം തന്നെയാണല്ലോ മാക്സിമം വന്നുകൊണ്ടിരിക്കുന്നത്. കള ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും പുറത്ത്. ഇത് വേസ്റ്റാണ്. വേസ്റ്റ് കളയാം. ഇത്ര വേസ്റ്റ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊള്ളൂ. അറിയാൻ പാടില്ല കേട്ടോ. കൊള്ളിച്ചോ. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഇരി. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഇരി. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഇരി. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഇരി. ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇരിക്കൂ. ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇരിക്കൂ. ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇരിക്കൂ. ഇത്
മര്യാദയ്ക്ക് ആ പേസ്റ്റ് രാത്രി കൊണ്ടൊന്നും ഇതിനകത്ത് ഇട്ടാൽ മതിയാണ്. ഇത് ഇന്നൊന്നും തീർന്ന് എനിക്കൊന്നുമില്ല. ഓഫ് അടുത്ത ആഡ് ഞാൻ കാണൂല, സ്കിപ്പ് ചെയ്തേക്കാം. വീണ്ടും ഇടാം. കെമോൺ പ്ലാസ്റ്റിക് പേപ്പർ ബോക്സ് ഇതല്ല, നമുക്ക് ഇവിടെ നിന്ന് ഇടാം. ഇതോടെ ഈസിയാണ് ഇവിടെ നിന്ന് ഇടാൻ. ഇപ്പം ഗൈസ് ഇപ്പോൾ ഒരു മാജിക് ആണ് കൂട്ടോ. നമ്മൾ ഓർഡർ സാധനങ്ങൾ മറ്റേ മുകളിൽ നിന്ന് പടപടാൻ താഴേക്ക് വീഴും ചിലപ്പോൾ. പറയാൻ പറ്റില്ല, മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഇതൊക്കെ മുകളിലേക്ക് നോക്കി എടുത്തിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വീഴും. പക്ഷേ മുകളിൽ നിന്ന് വീഴുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ മുകളിൽ നിന്നാണ് വീഴുന്നത്. കുറേ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് മുകളിൽ തന്നെ വീണത്. നമ്മളിവിടെ നിന്ന് എറിയുന്നു, അത് കണ്ട് പേടിക്കുന്നു, ഡസ്റ്റ്ബിൻ തുറക്കുന്നു. പിന്നെ പെട്ടി സ്പീഡ് പറഞ്ഞിട്ട് ഡസ്റ്റ്ബിൻ പേടിച്ച് വായോർന്നു. അങ്ങനെ എല്ലാത്തിനെയും തിന്നാൻ കിട്ടും. ഡസ്റ്റ്ബിൻ പേടിക്കുന്നതല്ല, ഡസ്റ്റ്ബിൻ പോവാണ്ടിരിക്കാൻ വേണ്ടി വായം കൊണ്ട് കടിച്ച് തിന്നുന്നതാണ്. മനസ്സിലായില്ലേ? ഇതെവിടെ മഴ വരുന്നു പറഞ്ഞിട്ടിപ്പം ദേ കിടക്കണ്. ഇത് മോളിൽ തന്നെയല്ലേ വന്നത്? അയ്യോ, ഇത്ര സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടല്ലോ. അതവിടെ കിടക്കട്ടെ, നമുക്ക് ഇതിനകത്ത് മാറ്റാം. പാൽ ഇതവിടെ കിടക്കട്ടെ. 8 ഉണ്ട് ഇനി. അയ്യോ, ഇത്രയും പാല് വാങ്ങിക്കണ്ടായിരുന്നു. ഇതെന്തോന്നാണ്? തോരം പെട്ടിയ. അപ്പം എന്തോരം പൈസ വേണ്ടേ? എൻ്റെ പൊന്ന് ഗൈസ്, നേരെ ചതിയില ചാടിപ്പോയത്. ഈ കണക്കിന് കൊക്കക്കോളയുണ്ട്. എൻ്റെ പൊന്നെ ഗൈസ്, ഇതൊന്നും കിടക്കുന്നത് വേസ്റ്റ് ടേസ്റ്റ് തുപ്പിക്കളഞ്ഞൊന്നുമല്ല. ഇതൊക്കെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത പുതിയ സാധനങ്ങളാണ് ഗൈസ്. എൻ്റെ പൊന്നെ, ഇനിയിപ്പോൾ ഇത് വേറെ വാങ്ങിക്കേണ്ടി വരുമല്ലോ. ടേക്ക് നമുക്ക് ഇത് വിൽക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാറുണ്ട്. ഓരോത്തിൽ മാക്സിമം 8 കാണുള്ളൂ. ഒരു പെട്ടിയിൽ 2 മറ്റേ സ്ഥലം നിറയ്ക്കാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ശരി, ഇനിയിപ്പോൾ അത് കൊക്കക്കോളയൊക്കെ ഉണ്ട്. കൊക്കക്കോള നമുക്ക് ഇങ്ങോട്ട് പകർത്താം. കൊക്കക്കോള നേരത്തെ പോലെ തന്നെ തോന്നുന്നു. ഒരെണ്ണത്തിൽ ഇത്തിരി ഇരിക്കുള്ളൂ. ഉണ്ടോ? പറഞ്ഞില്ലേ? ഇത് നമ്മൾ മറ്റേ കട നിറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ നിറയ്ക്കുമല്ലോ. ഇത്ര പൈസ പോയല്ലേ എനിക്ക് സങ്കടം. ഇത്ര സാധനങ്ങൾ അവിടെ വിൽക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടം. 500 രൂപയ്ക്കാണെന്ന് വിചാരിക്കും ഇത്ര സാധനങ്ങൾ എത്തിയത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു വലിന് 28 രൂപയാണ്. അതും വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ് ഈ കളിയിൽ. 500 രൂപയ്ക്ക് എത്ര ലക്ഷക്കണക്കിന് കിട്ടിയത്. ലക്ഷക്കണക്കിന് പാലോട്ട് കിടക്കുന്നത്. ഇപ്പം എവിടെയോ ലക്ഷക്കണക്കിന് ഇതുണ്ട്. മറ്റേ പശു നമുക്ക് പോയി തപ്പണം. എന്നിട്ട് ആ പശുവിനൊക്കെ ഇങ്ങനെ അടിച്ചു വരും വരാം. ഓക്കെ, ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഈ പെട്ടികളൊക്കെ നേരത്തെ പോലെ അതിനകത്ത് തന്നെ കുത്തിക്കയറ്റേണ്ടി വരും. ഇവിടെ ബാക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞു. സെലക്ഷൻ കഴിഞ്ഞു. അടിയത്തെയോ ഇതും കഴിഞ്ഞു. സബാഷ്. ഇനി ഗൈസ് നമ്മൾ അടുത്തൊരു സാലറി കിട്ടുമ്പോൾ നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് പെട്ടിയൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ആൾക്കാർ വന്ന് നമുക്ക് 200 രൂപ കിട്ടുമ്പോൾ ഓക്കെ ആക്കാം. 200 രൂപ കിട്ടിയാതെ ഇതുപോലത്തെ 2 സൈഡുള്ള സാധനം വാങ്ങിക്കാൻ പറ്റും. ആ സാധനം വാങ്ങിച്ചാൽ പിന്നെ നിങ്ങൾക്കറിയാലോ, നമുക്ക് എല്ലാം തന്നെ വിൽക്കാൻ പറ്റും. ഇതെല്ലാം തികച്ച് അതിനകത്ത് വിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. അതാദ്യം വാങ്ങിക്കണമെങ്കിൽ പൈസ വേണം. നമുക്കിവിടെ വിൽക്കാൻ സ്ഥലം കൊണ്ടുപോകും ഇല്ല കേട്ടോ. നൈസ്, ഇതിവിടെ തന്നെ കൊണ്ടുവന്നിടാം.
ഞാൻ കൊക്കക്കോള കയ്യിലുള്ള എല്ലാ പൈസയും കൊടുത്തിട്ട് വാങ്ങിച്ചത്. ഇപ്പോൾ നോക്കുമ്പോൾ കൊക്കക്കോളയ്ക്കും ഇത് വേണ്ട. ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ ഇരിക്കണ്ട, കാണാങ്ങോട്ട് നോക്കാം. കട ഫുള്ളാണേ. വാ, ബില്ല് കയറിയിരിക്കാം. ബില്ല് കയറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരെ, കട ഫുള്ളാണേ. ഇത് പടാണ് എടുക്കണത്. അറിയുന്നൊക്കെ തോണ്ടി കിടക്കുന്നത്. ബാറ്റീരിയസിലെല്ലാം പറക്കി എടുത്താണ്. പൊന്നു ചേച്ചി വരുമ്പോൾ വല്ല പൈസ ആയിട്ട് ഒന്നുകൂടെ ATM കാർഡ് വെച്ചിട്ട് പൈസ ടൈപ്പ് ചെയ്യാൻ വെറുതെ കഷ്ടപ്പെട്ട് വരും. ഇങ്ങനെ പോലെ ചേച്ചിമാരും ചേട്ടന്മാരും ഇങ്ങനെ കാണുന്നിട്ട് അവർ ഒരു പൈനാപ്പിൾ. ചേട്ടാ ദാരിദ്ര്യമാണോ ഒരു പൈനാപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാൻ? പലരുടെ മനസ്സിൻ്റെ തെറിവുണ്ടാവും. ഒരു മിനി ഇരിക്കട്ടെ. ഇയാൾ പണക്കാരാന്ന് തോന്നുന്നു. 23 രൂപ ഒരു പാൽ. നമ്മുടെ കേരളത്തിൽ ഒരു പാലിന് 28 രൂപയാണ്. ഇതാണ് ഇത്ര സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ വരും അത്ര രൂപയെ വാങ്ങിക്കണുള്ളൂ. അത് ഈ കടക്കാരുടെ അഭിമാനം. 2 കോഫി പൗഡർ 206 അല്ലേ, 26. കോഫി പൗഡർ ഇതാണ് വാങ്ങിച്ചത്. അതിന് നാട്ടിൽ 100-200 രൂപയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പം നമ്മൾ വീണ്ടും തന്നെ ചെയ്തുകൊണ്ട് മിൻറ്റ് പൂർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിയല്ല, ചേച്ചിനേക്കാളെ ഇളയതാണ്. അപ്പോൾ നമ്മൾ ഈ ഇയാൾക്കും ആ ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേവിടെ വീണ്ടും ആഡ് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗൈസ് നമ്മുടെ വീഡിയോൻ്റെ എൻ്റെ ആവാറായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗെയിം തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മിനിറ്റ് ഞാനിപ്പോൾ ഈ ഗെയിമിന് വേണ്ടി സ്പെൻഡ് ആക്കിയെന്ന് വിചാരിക്കുന്നു. ടൈം കൂടുതലായെങ്കിൽ ക്ഷമിക്കണം, കുറവായെങ്കിലും ക്ഷമിക്കണം ഗൈസ്. നമ്മൾ ഇതൊരു 30 ആകുമ്പോൾ നിർത്തും ഗൈസ്. ഈ കളി 30 ആകുമ്പോൾ ഈ കളി നിർത്തി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതാണ്. 2 ചെറിയുണ്ട് ആപ്പിളല്ല. ഇയാൾക്ക് 25 രൂപ കൊടുക്കുക, പൊയ്ക്കോ. നെക്സ്റ്റ് പേഷ്യൻറ്റ് പൈസയാണ് 50 രൂപ, പൊയ്ക്കോ. നെക്സ്റ്റ് പേഷ്യൻറ്റ് 2 ചെറിയാണ്, ഗൂഗിൾ പേ ആണ്. മറ്റേ 19,9,6 പൊയ്ക്കോ. ഒരു ഓയിൽ ഒരു പഴം എത്രയാ? 50, പൊയ്ക്കോ. അടുത്ത ചേച്ചി വന്നിരിക്കണം. ഇതെല്ലാവർക്കും എണ്ണ മതിയാ. ഈ എണ്ണ വായിച്ച് കുടിക്കുവാനാണോ? എന്തിനായിക്കോട്ടെ, നമുക്കിങ്ങനെ വിറ്റ് പോവാം. നമുക്ക് പൈസ കിട്ടാൻ അത്ര നല്ലത്. ഒരു 2 ചെറിയും കൊണ്ട് എന്ത് ചെയ്യാനാണ്? 2 ചെറി ഒരു ചെറി വാങ്ങിച്ചിട്ടുള്ളൂ. അത് 2 എണ്ണം ഉണ്ടെന്നുള്ളൂ. 25-50 കൊടുത്താലോ? 25-10 പോ. നമ്മൾ അയാൾക്ക് ഇത്തിരി പൈസ കൂട്ടി കൊടുത്തേക്കാണ്. ഇയാൾക്ക് ദാരിദ്ര്യമല്ല, ഒരു 5 രൂപ ഇട്ട് കൊടുത്തേക്കാം. അയ്യോ ആട് കളയാം. നമുക്ക് ഇതും കളയാം കേട്ടോ. കളയാം. 2 പഴം
അല്ല ചേച്ചി 2 പഴം എന്തൊക്കെയാണ് വാങ്ങിച്ചത്? ഞാൻ പണക്കാരനായോ? 38. 2 ടൊമാറ്റോ സൂപ്പ്, 2 പാല്, എത്ര? അയ്യോ, 25 രൂപ. അയ്യോ, അടുത്ത ആൾ ലേസ്. ഓക്കെ, 7:45. ഓക്കെ പൊയ്ക്കോളി. 45 അല്ലേ? 46 കേട്ടോ. 46. ഗൈസ്, നമ്മളെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇത്രയും ലോങ്ങിൽ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ പരസ്യം കഴിഞ്ഞ് ഒരാളെയും കൂടി നമ്മൾ കൊടുത്തു വിട്ടിട്ട് നമ്മുടെ ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോ പതിവില്ലാണ്ട് ഈ ചാനൽ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കായ് ഇതൊക്കെ എന്തോന്നല്ലേ? ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്നൊന്നും കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഞാൻ തുടരും. ഗൈസ്, എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോ 1 മണിക്കൂറത്തേക്കാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫുൾ എന്ന് വെച്ചാൽ ഇത്ര വലിയ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ ഇത്ര വലിയ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 40 മിനിറ്റിൽ നിർത്തും കേട്ടോ. 40 മിനിറ്റ് നിർത്തും. 1 മണിക്കൂറാക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല. ഓക്കെ, അത് പോരട്ടെ. ഈ പരസ്യം അടിച്ചളയാൻ പറ്റുമോ? അതുമില്ല. എനിക്ക് കഷ്ടം നോക്കി. പരസ്യത്തിന് വേണ്ടി 5-3 മണിക്കൂർ പോകും. ഗൈസ്, ഇപ്പം നിങ്ങളെ മൂഡ് കളയുന്നില്ല. ഈ വീഡിയോ എപ്പോഴും എൻഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. ഇത് എൻഡ് ചെയ്യുമ്പോൾ എൻഡ് ചെയ്യും. ഓക്കെ, വീണ്ടും ബെസ്റ്റ് ഫോൺ 105,000 ഉണ്ട് കേട്ടോ. സത്യം ഉണ്ട്. ഓക്കെ, ATM കാർഡ് 5-12. പോയിക്കോ ചേട്ടൻ. ATM കാർഡ് ആയിരിക്കും. 13 കുത്ത് 62. ഇയാളെന്തോന്നാ 48. പോയിക്കോ. ഒരു കോളാല്ലേ പൈസ 15 രൂപ. പോയിക്കോ. ഇയാൾ ഇതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 26 കുത്ത് 50. പോയിക്കോട്ടെ. കണ്ടോ, ഈ 3 ആൾക്കാർ, ഇയാൾക്കും ടൈ ഉണ്ട്. എന്താ 2 പേർക്ക് ബ്ലാക്ക് ടൈ, ഇയാൾക്ക് റെഡ് ടൈ. എന്താ അറിയാം അവസ്ഥ? അയ്യോ, ഡിലീറ്റ് ആകല്ലോ. 2 കുത്ത് 9-7. ഓക്കെ, ഈ കാർഡ് നിന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. 20 കുത്ത് 32 കേട്ടോ. ഓക്കെ, പോയിക്കോളി. ഓഫ് ആഡ് ഒക്കെ നെറ്റ് ഓഫ് ചെയ്തിടാം. നെറ്റ് ഓഫ് ചെയ്തിടാം.
കൊണ്ട് കളയാം. ഇതുപോലത്തെ കഷ്ടായില്ലേ ആടിനെ കൊണ്ട്. പരസ്യമൊന്നും കഴിയില്ലെന്ന് എനിക്ക് തോന്നണം. സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ കാണലല്ലേ, വീഡിയോ സെൻഡ് ചെയ്യല്ലേ ചെയ്യണേ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. ഇതൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സമയം രാത്രി 11:23. രാവിലെ അല്ലട്ടോ, സത്യം രാത്രിയാണ്. രാത്രി 11:03 AM അല്ല, PM തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഇത് PM തന്നെയാണ് കേട്ടോ, AM അല്ല PM ആണ്. ഈ ആടിനെയും കൊണ്ട് ഞാൻ തോറ്റു. നെറ്റിൽ ഷബാഷ്, നെറ്റ് ഓഫ് ചെയ്ത്. എത്ര രൂപ കൊണ്ട്? 10 രൂപ വയ്ക്കോളി. ഇത് 888. ഗായ്സ്, 50 രൂപ പോയിക്കോട്ടെ. വെളിച്ചെണ്ണ കുപ്പി കാണാൻ, ബിയറിൻ്റെ കുപ്പി പോലും ഉണ്ട്. ഓഫ്, 39 രൂപ. ഈ കളിയിലൊക്കെ അത് വലിയ പൈസ ഉണ്ട് ഗൈസ്. 39 രൂപ കളിയിലിട്ടോ, അല്ല അടിക്കാറില്ല. അതിന് 39 രൂപയ്ക്ക് മിഠായി പോലും കിട്ടൂല. മിഠായും കിട്ടും, പാലും കിട്ടും, അങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ കിട്ടും. ബ്രോക്കോളി, ഗൈസ് 2056. ഇപ്പോൾ 2 രൂപ കൊടുക്കാം. നമുക്ക് വിൽക്കാതിപ്പോൾ 1000 രൂപയാവും. 51. പുട്ട് 17. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മളെ കളി തീരാറായിട്ട് 2 പേരും കൂടി ഉള്ളൂ. ഇവിടെ 50 രൂപ പോക്കോ. ക്യാഷ് പോ ചേട്ടൻ. ക്യാഷ് ഇയാളുണ്ട്. ഇയാളുടെ ATM കാർഡ്. നമ്മൾ നെക്സ്റ്റ് ഡേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഡേക്ക് പോയൊക്കെയാണ്. നമുക്ക് കട തുറന്നിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കടയിൽ 10 ആൾക്കാർ പറയും. അയ്യോ പണി പാല് സാധനം ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ഇവരെന്തുന്നാ സാധനം നിൽക്കാൻ പറഞ്ഞു. എനിക്ക് നിൽക്കാൻ സൗകര്യമില്ല അല്ലേ. 30. ഇതേ റേറ്റ് കൂടുതലാണ്, നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, സ്ഥലം വരുന്നു വിചാരിക്കുന്നു. അല്ല, ഇതൊക്കെ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ കാണാനാണ്? മോളിത്തെ സ്റ്റിക്കർ വായിച്ച് ചെയ്യാം. ഇവിടെ ഒന്ന്. ഓക്കെ, പറഞ്ഞോളൂ. ഇതല്ലേ, എത്ര പൈസ വേണം? 50. പോ 2 ഓയിൽ. എത്ര പൈസ? 50 രൂപ. എക്സ്പെഷ്യൽ ചിക്കനും ആപ്പിളും പൈസ 4 രൂപയാണ്.
നമ്മുടെ ഇപ്പം 4 രൂപയില്ല, 5 രൂപ കൊടുക്കാം. അല്ല, 5 പൈസ. ഓക്കെ, 3 ഗൈസ്. മാക്സിമം വ്യൂസും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇതൊക്കെ വേണം. ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഗൈസ് ഇത് തുടങ്ങിയത് കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഒരു രൂപ ശരി, അവർ പൈസ കൊടുത്തു. പൈസ കൊടുക്കാൻ വേണ്ടി മുട്ട് വയ്ക്കാന്ന് പറയാം. 96 ഒപ്പിക്കോ. ഈ ഡേയും കൂടി കഴിഞ്ഞാൽ നമ്മൾ കളി കംപ്ലീറ്റ് ആക്കാൻ തരും. അപ്പം എൻ്റെ സമയം ഇപ്പം തന്നെ 11:28 PM ആയി. നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ഇപ്പോൾ രാത്രിയാണോ പകലാണോ. ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം. അതൊക്കെ 24 പൈസ 75 പൈസ 50 40 1 രൂപ കൊടുക്കുമോ? വീണ്ടും 501 ഇയാളെന്താ 3 എണ്ണ 3 മിൻറ്റ് പിന്നെ ഫ്രൂട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം 37. പിന്നെ ഒരു ആയിര ചമ്മന്തിയാക്കിയത്, പൂച്ചനെ വളച്ച് വെച്ചത്, പട്ടീൻ്റെ വാല് മുറിച്ചത്. പട്ടീൻ്റെ വാല് മുറിച്ചാൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇനി മാനിനെ പിടിച്ചിട്ട് ഓയാക്കാം, ജിറാഫിനെ പിടിച്ചിട്ട് കേയാക്കാം. പെർഫെക്റ്റ്. മാനിനെ പിടിച്ചിട്ട് ആറാക്കാം, ആനിനെ പിടിച്ചിട്ട് പൂജാക്കാം, പിന്നെ മറ്റേ പൂജനെ പിടിച്ചിട്ട് ഇങ്ങനെയാക്കാം. ഓക്കെ, ഒക്കെ എന്തൊക്കെ വാങ്ങിച്ചിട്ട് പോകണം. പൈസ ഓക്കെ പോയിക്കോ. give me 13:62 കേട്ടോ. ഓക്കെ 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 കൺഫേം അതിൻ്റെ പോരാ. ഒരു ലീഫ് അല്ല, ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വെക്കുന്നത് വലിയ വെട്ടി. ഓ അതായിരുന്നു. നമുക്കിവിടെ ഇടിച്ചെടുക്കാം. പ്ലീസ് സാധനം വെച്ചിട്ടുണ്ട്. നീ കൊക്കക്കോളയും പാലൊക്കെ നിറച്ചെടുക്കാം. ഇങ്ങനെ സൈഡിക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇത്തോടെ ഈസി ഉണ്ടാവും. സ്മൂത്ത്നെസ്. ഇനി പാല്. അയ്യോ ഇത് തികയില്ല. വീണ്ടും അയ്യോ അതവിടെ തന്നെ ഇരുന്നോ. ഐസ് വീണ്ടും പോയിട്ടോ. നമുക്ക് തിരിച്ചു കൊടുക്കണോ? വേണ്ട. ഇല്ല, ഇവിടെ വട്ടം ചൂടുന്നിട്ട് എന്തിനേറ്റുകൾക്കൊക്കെ വിൽക്കാൻ സമ്മാനം തരണ്ടേ. സ്ഥലം മാറ്റാം. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ ഓക്കെ അല്ലേ? ഇതാരും കൊണ്ടുവന്ന് വയ്ക്കണേ? വെയിറ്റ്, ഇപ്പൊ കാര്യം ഇത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഹൂസ് ദാറ്റ്? ഞാൻ തന്നെയാ? അല്ലല്ല. ഓഫ് ഹീറ്റ്. ഇവിടെ വയ്ക്കാം. ഇത് നിൽക്കല്ല. പക്ഷെ എല്ലാം അങ്ങോട്ട് മാറി അങ്ങോട്ട് സാധനം വിൽക്കട്ടൊന്നും.
ഇതോടെ വെച്ചോട്ടോ പ്ലീസ്. ഗൈസ് ഇവിടെ ജോലിക്കാരെങ്ങാണ്ട് വന്നേക്കുണ്ടെന്ന് തോന്നുന്നു. അതേ ജോലിക്കാരൻ, ഇയാളാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ പൈസ എല്ലാം പോയാ. നമുക്ക് ഈ മേഡത്തിനെ പിടിച്ചിട്ട് അവിടെ പോയി എഴുതാം. ലാഡുണ്ടോ? ലാഡില്ല. എൻ്റെ കട ക്ലോസാ. ഇനി ആൾക്കാരൊക്കെ എവിടെ നിന്ന് കയറി വരണേ? ഇതൊക്കെ ആര് നോക്കുന്നേ? രാത്രി ആയിട്ടോ ഗൈസ്. അയ്യോ ഇതാ പ്രേതാ. തട്ടിയുണ്ട് എന്നെ. ഇയാൾ ജോലിക്കാരനാണ്, എന്നെ ഭരിക്കാൻ വന്ന ആളാണ് കേട്ടോ. അയ്യോ ഇനി പാവം. അതേ പോണ്. എവിടെ എവിടെ ആളെവിടെ? അതേ കിടക്കുന്നു. ദേ ഓടിപ്പോണു. അപ്പം പെട്ടിൻ്റെ അമ്മായിപ്പം കൊണ്ട് നിൽക്കണോ അവിടെ? ചക്കനെ കൊണ്ട് തോറ്റ് ഞാൻ. പെട്ടി താഴെട്ടിട്ട് പോവാ അല്ലേ? നല്ല ഐഡിയ ഇയാൾക്ക്. ഇയാളെ പിടിച്ച് ജോലിക്ക് നിർത്തി എന്നെ വേണം പറയാൻ. അത് താഴെ കൊണ്ടുപോയാ ഓളം കിട്ടും. ഇനി റെസ്റ്റ് എടുക്കാൻ വന്നാണോ കുതിർക്കാരൻ? ഒരെണ്ണ വെച്ച് തന്നാണ്ടല്ല നിക്കണം. ഇപ്പോൾ ഉണ്ടല്ലേ അതെ ബാഗിയാ. ഷൂസ് ഏതാ? ലൈക്കാ. നീ എന്നെ പിടിക്കാൻ വരണ്ടട്ടാ. കണ്ണൂത്തി പിടിക്കാൻ. എന്താ കരയണത്? ശ്വാസം എടുത്ത് വിടുന്നത് ദീർഘശ്വാസോ? അവിടെ പോയി നിന്നേ. ആ പച്ചിലേറ്റ് എത്ര പോയി നിന്നേ. തള്ളിയിടാൻ പറ്റില്ല. എന്താ പ്രേതം അത്? ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊക്കെ പോവാണ് കേട്ടോ. നമുക്ക് ഇവർക്കൊക്കെ വല്ല പണി കൊടുക്കാം. അയ്യോ സോറി, ഇവിടെ തന്നെ കീപ്പ്. ഓക്കെ, ഈ പ്ലേസ് മാറ്റണ്ട. ഒരു ലേസല്ലേ എത്ര? 4.12 കോഫി പൗഡേഴ്സ്. 39.57. അടുത്തതാള് ചെറിയതായിരുന്നു കേട്ടോ. 1 കിലോ ഒന്നും ആരും വാങ്ങിക്കൂല. രണ്ടെണ്ണം കയ്യിലൊക്കെ പിടിച്ചിട്ട് വരും. ഓക്കെ, അതും കൊടുത്തു. ഇയാൾക്ക് 13.19. ഇതോ ഇയാൾക്ക് 4042. ഓക്കെ വയ്ക്കോളി. മിന്തി നമുക്ക് ഇത്തിരി അത് കൊടുക്കാം. നമ്മൾ അടുത്ത കളിയിൽ എന്ത് കളി കളിക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗെയിം എടുക്കും. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾ ഒരു ഗെയിം കമൻറ്റ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കട ക്ലോസ് ആയിട്ട് ആരൊക്കെ വിളിക്കേറി വരണേ? പൈസക്ക് 6 ഫോട്ടോ. ഓരോരുത്തരും വേറെ 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 ഫോട്ടോ. അയ്യോ ഇതൊക്കെ അധികം കണ്ടോ? ഓരോരുത്തരും വേറെ വേറെ ഫോട്ടോ. നീ തള്ളച്ചിക്ക് എന്താ കൊടുക്കേണ്ടത്? 10 രൂപ കഴിക്കോ. 2 ലേസ് 8.24 അല്ലേ? അല്ല പൈസ ആണല്ലേ, സോറി. ഞാൻ ATM കാർഡായിരിക്കും, തെറ്റി. ഓക്കെ 5.0
അല്ല 8 5. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ 4 0 12 കൊടുക്കണം കേട്ടോ. 4 0 12 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 3 ബ്രെഡും എന്തൊക്കെയോ അഞ്ചടിയാണ്. ഓക്കെ, 25 രൂപ. ഇതാണെങ്കിൽ ഇത്രയും രൂപ. 17 0 50. നെക്സ്റ്റ് ഡേ ഇതിന് ബില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. മാറ്റാം. ഓപ്പൺ അല്ല. നോ. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉള്ളിക്കയറ്റി വെച്ച് കൊടുക്കാം. ഇയാൾ താഴെ വെച്ചിട്ട് പോയേക്കണം കൊരങ്ങൻ. ഇത് ഇയാൾ വേലക്കാരനാണ്, നമ്മളെ ഭരിക്കാവുന്ന ആളാണ്. എടാ ഇവിടുന്ന് വല്ല അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അയാൾ. എന്ത് സമയത്താളാവോ ഇതിനകത്ത് കയറ്റാൻ തോന്നിയത് ഇയാളെ. ഇതേടാ വേസ്റ്റ്. എന്താ പൊന്നെ, ഇയാളെ കയറ്റി എന്നെ വേണം പറയാൻ. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് അടക്കി വയ്ക്കണം. വേണ്ട എൻ്റെ പൊന്നെ കേട്ടോ. ഇയാളെ വല്ല പരസ്യം ഇത് കണ്ട. ഇവിടെ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ മനുഷ്യനെ പറ്റണല്ലോ. കള നിറച്ച് സാധനങ്ങളാ. കളി തുടങ്ങിയപ്പോൾ കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കട നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് എടുക്കാൻ. ഹൈക്കിടക്ക് നടക്കുന്ന മോളെ നിന്നെ ഒടുക്കത്ത് തീറാണിയേക്കാം. അത് കഴിഞ്ഞുള്ള സ്നേഹി ഭൂമിയെ സുഹൃത്തും തരയിലാക്കാം. കിടക്കുന്ന കനിയേക്കാളുടെ കഷ്ണവുമായി മയോളായി പോയി തോന്നി. ഞാനൊറ്റ അങ്ങനെയൊക്കെ. ഈ കൊക്കോള ഉണ്ട കൂടുതൽ, പക്ഷെ പാല ഉണ്ട കൂടുതൽ. ഇവർ ഇപ്പം ഈ ഗെയിമിലില്ലേ, ഈ കൊക്കോള പറയണം നിങ്ങൾ എന്താണെന്ന് കേട്ടോ, നിങ്ങൾ ഞെട്ടും. ലാല കാണിച്ചു തരണോ? വാ നോക്കിയോണേ. കൊക്കോളേന് എന്താ ഇത് ലാല. ഇവിടുത്തെ ഭാഷ നമുക്കറിയില്ല, ഏതോ രാജ്യം. നമ്മൾ കേരളം മലയാളമാണ്. ഇത് എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കിടക്കട്ടെ. പാലുവാ 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 ഉണ്ണി പാലുവാ അവിടെ കിടക്കട്ടെ. ഈ പാലും ഈ പാലും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പാലെടുക്കാം. എന്നിട്ട് തിരിഞ്ഞ് ഇങ്ങനെ കുത്തിക്കയറ്റി കഴിക്കാം. ഓക്കെ, ഇത് ഇവിടെ നിർത്തും. ഫ്രണ്ടിൽ നിർത്തിട്ട് ആ വളർത്തുകളിടാം. ഓക്കെ, സക്സസ്. ഇനി 5 എണ്ണം കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ 4 എണ്ണം ഉള്ളൂ. ഇത് കയറാൻ പറ്റാത്ത കയറി ത്രോ ഇങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് വന്ന് ത്രോ വരുക. ഇതെടുത്തുണ്ട്. ഈ ജനലിൻ്റെ മൂട്ടിപ്പോയി നിൽക്കണ്ട അവസ്ഥകൾ. ഓക്കെ, അല്ലാതെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി പാല് അതും അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെയും പാലാണ് കേട്ടോ. ലാസ്റ്റത്തെയും പാല് അതും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അതും അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് അതിനകത്തൊരു ചെറിയുണ്ട്. ചെറി ഫില്ലാണ് അതിനകത്ത്. ഇതിനകത്തോ മോളിത്തെ ഇല്ല, ഇതിനകത്ത് വെച്ചാൽ പറ്റുമോ? ഇല്ല, നോ മാച്ച്. നമ്മളിതിനകത്ത് ഇടാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ കട ഇത്രയുണ്ട്.
എന്തായാലും മറ്റേ ഒരു സാധനം കൂടി നമുക്ക് ഓർഡർ ചെയ്തിട്ട് പോവാം. 1125 രൂപയുണ്ട് നമ്മുടെ കയ്യിൽ. പറ്റാവുന്നതെല്ലാം വാങ്ങിക്കാം. ഇത് രണ്ടെണ്ണം, 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 ഇത്